മൂലം, പൂരാടം, ഉത്രാടം, മകം, പൂരം, ഉത്രം, അശ്വതി, ഭരണി, കാർത്തിക എന്നിങ്ങനെയുള്ള 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് ജൂൺ 18-ാം തീയതി ബുധനാഴ്ച വേദജ്യോതിഷ ഫലങ്ങൾ അനുസരിച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങൾ വന്നു ചേരുന്ന ഒരു ദിവസമാണ്. മിക്ക ആളുകളുടെയും ജീവിതത്തിൽ പലപ്പോഴും തീർത്തും പ്രതീക്ഷിക്കാതെ ഇരിക്കുന്ന സമയത്തായിരിക്കും ഭാഗ്യവും ദൗർഭാഗ്യവും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അപ്രകാരം നോക്കുമ്പോൾ ഈ 3 രാശിക്കാരുടെ ജീവിതത്തിലേക്കും ഈ ജൂൺ 18-ാം തീയതി ബുധനാഴ്ച രവിയോഗത്താൽ വളരെ അതിശയിപ്പിക്കുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും സംഭവിക്കും. അപ്പോൾ ഈ ജൂൺ 18-ാം തീയതി ബുധനാഴ്ച ഈ 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികളുടെയും ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന ഏറ്റവും സുപ്രധാനമായ എല്ലാ കാര്യങ്ങളെ പറ്റിയും തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ആദ്യമായി രവിയോഗം സിദ്ധിക്കുന്നതിനാൽ ജൂൺ 18-ാം തീയതി ബുധനാഴ്ച ജീവിതത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യങ്ങളും ജീവിത നേട്ടങ്ങൾക്ക് തുടക്കം കുറിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അനുഭവങ്ങളും ജീവിതത്തിൽ കാണുവാനുള്ള യോഗം നിലനിൽക്കുന്ന രാശിക്കാരായി വരുന്നത് മൂലം, പൂരാടം, ഉത്രാടം വരുന്ന ധനുരാശിക്കാരാണ്. ജീവിതത്തിലെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് ഓരോ ദിവസവും വളരെയധികം ദുഃഖങ്ങളും പല വിധത്തിലുള്ള പ്രതിസന്ധികളും മാത്രം അനുഭവിച്ച് ജീവിതം തള്ളി നീക്കിയിരുന്ന ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ ഭാഗ്യം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുവാൻ കഴിയുന്ന തരത്തിലുള്ള ചില അനുഭവങ്ങൾ ഈ ഒരു ദിവസം ഉണ്ടാകും. ഇതിൽ ഏറ്റവും പ്രധാനമായി പറയേണ്ടത്, ഇപ്പോൾ ഈ അടുത്ത ഇടയ്ക്ക് വിവാഹം കഴിഞ്ഞ് കയറി ചെന്ന വീട്ടിൽ ഒരു മനസ്സമാധാനവുമില്ലാതെ പലതരത്തിലുള്ള മാനസിക വിഷമതകളും എപ്പോഴും കരഞ്ഞ് ഉറങ്ങേണ്ട തരത്തിലുള്ള സാഹചര്യങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ധനുരാശിക്കാരായിട്ടുള്ള പെൺകുട്ടികളുണ്ട്. നിങ്ങൾ എന്തൊരു കാര്യം ചെയ്താലും അതിലെല്ലാം കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുകയും നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് നിങ്ങൾക്ക് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ധനുരാശിക്കാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ പ്രശ്നത്തിൽ നിന്ന് ഈ ജൂൺ 18-ാം തീയതി ബുധനാഴ്ച വളരെ വലിയ ഒരു മാറ്റം നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അതുപോലെ തന്നെ ധനുരാശിക്കാരായിട്ടുള്ള ഏതൊരു വ്യക്തിയെയാണെങ്കിലും ആരെങ്കിലും ദ്രോഹിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ തിരിച്ചടി ഈ പ്രകൃതി തന്നെ അവർക്ക് നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇതോടൊപ്പം തന്നെ ധനുരാശിക്കാരായിട്ടുള്ള വ്യക്തികളിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് ഒരു ശമനം കാണുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ ജൂൺ 18-ാം തീയതി ബുധനാഴ്ച നിങ്ങൾക്ക് വരുവാൻ പോകുന്ന ചില ശുഭകാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നത്. അതായത് ചില പുതിയ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുവാനും നിങ്ങൾക്ക് പൂർത്തീകരണത്തിലേക്ക് എത്തിക്കുവാൻ കഴിയാതിരുന്ന ചില കാര്യങ്ങൾ വീണ്ടും തുടങ്ങി വയ്ക്കുവാനുള്ള യോഗം ഈ ഒരു ദിവസം നിങ്ങളിൽ കാണുന്നുണ്ട്. മാത്രമല്ല നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനം അനുഭവപ്പെടുകയും നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസം കൈവരികയും ചെയ്യുന്ന സമയം കൂടിയാണ് ഇത്. അതോടൊപ്പം തന്നെ ഈ രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് നിങ്ങളുടെ ശരീരത്തിൽ നിലനിന്നിരുന്ന ആരോഗ്യ പ്രശ്നങ്ങളും അസ്വസ്ഥതകളുമെല്ലാം അകലുകയും നിങ്ങൾക്ക് മികച്ച ആരോഗ്യം കൈവരികയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിട്ടാണ് ഈ രവിയോഗം നിങ്ങൾക്ക് സിദ്ധിക്കുന്ന ഈ ഒരു ദിവസം കണക്കാക്കപ്പെടുന്നത്. ഇനി രണ്ടാമതായി ജ്യോതിഷ ഫലപ്രകാരം നോക്കുമ്പോൾ ഈ ജൂൺ 18-ാം തീയതി ബുധനാഴ്ച
വളരെയധികം ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ തിരിച്ചറിയുവാനുള്ള മഹാഭാഗ്യം കൈവന്നിരിക്കുന്ന രാശിക്കാരായി വരുന്നത് മകം, പൂരം, ഉത്രം വരുന്ന ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളാണ്. ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഈ രവിയോഗം നിങ്ങളുടെ ജീവിതത്തിൽ സൃഷ്ടിക്കുവാൻ പോകുന്നത് വളരെ വലിയ മാറ്റങ്ങളായിരിക്കും. അതായത് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ നടന്നു കിട്ടില്ല എന്ന് ചിന്തിച്ചിരുന്ന കാര്യങ്ങൾ പോലും നിങ്ങൾക്ക് നിഷ്പ്രയാസം നേടിയെടുക്കുവാൻ കഴിയുന്ന തരത്തിലാണ് ഈ ഒരു സമയം നിങ്ങൾക്ക് ഭാഗ്യമായി വരുന്നത്. പ്രത്യേകിച്ച് വളരെ നാളുകളായി ഒരു നല്ല ജോലിയിലേക്ക് മാറുവാൻ വളരെയധികം ശ്രമിക്കുന്നുണ്ടെങ്കിലും എല്ലാ ശ്രമങ്ങളും നിഷ്ഫലമായതിനാൽ ആത്മവിശ്വാസം പോലും നഷ്ടപ്പെട്ട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് കടം വീട്ടുവാൻ പോലും കഴിയാത്ത തരത്തിലുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൂടാതെ ആരോഗ്യ പ്രശ്നങ്ങൾ വേറെയും. ചുരുക്കി പറഞ്ഞാൽ മനസ്സമാധാനം എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിട്ട് തന്നെ വളരെ നാളുകളായി. എന്നാൽ ഇത്തരത്തിൽ നിങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളിൽ നിന്ന് അകന്ന് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന തരത്തിലുള്ള ഭാഗ്യമാണ് നിങ്ങളെ തുണച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വീടിനോട് തൊട്ടടുത്തുള്ള അയൽക്കാരുമായി ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതിനാൽ വളരെയധികം സമാധാനമില്ലാത്ത സാഹചര്യങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചില ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുണ്ട്. പലപ്പോഴും നിങ്ങളെ ദ്രോഹിക്കുവാനും നിങ്ങളുടെ തകർച്ച കാണുവാനും അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ സമാധാനത്തെ അത്രയേറെ കെടുത്തുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് അവരുടെ മനസ്സിന് തന്നെ വലിയ ഒരു മാറ്റം സംഭവിക്കുകയും നിങ്ങളെ ദ്രോഹിക്കുന്ന അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരികയും ചെയ്യും. അതുപോലെ തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ ഭവനത്തിൽ വളരെയധികം സന്തോഷം നിറഞ്ഞ കാര്യങ്ങളും മനസ്സമാധാനവുമെല്ലാം നിറഞ്ഞു നിൽക്കുകയും എല്ലാ വ്യക്തികൾക്കും വളരെ മികച്ച ആരോഗ്യസ്ഥിതി ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സമയം കൂടിയായിരിക്കും ഇത്. അതോടൊപ്പം തന്നെ ചിങ്ങം രാശിക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളുടെ പഠന കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചില യാത്രകൾ ചിങ്ങം രാശിയിൽ പിറന്ന കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഈ ജൂൺ 18 ബുധനാഴ്ച ചെയ്യേണ്ടി വരും. അതായത് ഏറ്റവും നല്ല രീതിയിൽ നിങ്ങൾക്ക് പോകുന്ന കാര്യത്തിന് ഫലം ലഭിക്കുകയും ചിങ്ങം രാശിയിൽ പിറന്ന മക്കൾക്ക് വളരെ നല്ല രീതിയിലുള്ള ഒരു ഭാവി കെട്ടിപ്പടുക്കുവാനും കഴിയും. മൂന്നാമതായി ഈ രവിയോഗം കൊണ്ട് ജൂൺ 18 ബുധനാഴ്ച വളരെയധികം ഭാഗ്യകരമായിട്ടുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യം ലഭിച്ചിരിക്കുന്ന രാശിക്കാരായി വരുന്നത് അശ്വതി, ഭരണി, കാർത്തിക വരുന്ന മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വളരെ കാലങ്ങൾക്ക് ശേഷം ഏറ്റവും ഭാഗ്യം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലേക്ക് കയറിയ പ്രതീതിയായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത സമയത്ത് ചില ശുഭകാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുകയും അത് നിങ്ങളുടെ മനസ്സിനെ എന്തെന്നില്ലാത്ത സന്തോഷം പകരുകയും ചെയ്യും. സന്തോഷവും സമാധാനവും മാത്രമല്ല, മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുള്ള കുടുംബത്തിൽ പോലും വളരെയധികം ഐശ്വര്യം നിറഞ്ഞു നിൽക്കുന്ന സമയമാണ് ഇത്. അതുകൊണ്ട് തന്നെ പല മംഗളകരമായ കാര്യങ്ങളും മംഗളവാർത്തകളും മേടം രാശിയിൽ പിറന്ന വ്യക്തികളെ തേടിയെത്തും എന്നുള്ളത് ഫലത്തിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് ചില മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികളുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതുമയേറിയ ചില കാര്യങ്ങൾ ഈ ഒരു സമയത്ത് ഉണ്ടാകുവാനിടയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജൂൺ 18 ബുധനാഴ്ച മേടം രാശിക്കാരായിട്ടുള്ള വ്യക്തികൾ എടുക്കുന്ന
ചില തീരുമാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ തന്നെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നായിരിക്കും. മാത്രമല്ല, നിങ്ങൾ എടുക്കുന്ന ആ ഒരു തീരുമാനം നിങ്ങളുടെ ജീവിതത്തിൽ ഗുണം മാത്രമേ നൽകുകയുള്ളൂ. ഇനി അതുപോലെ തന്നെ മേടം രാശിയിൽ പിറന്ന ചില മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവത്തിലുള്ള ചില പ്രശ്നങ്ങൾ കൊണ്ടും മക്കളുടെ സ്നേഹം ലഭിക്കാത്തതിനാൽ വളരെയധികം മനസ്സ് വിഷമിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ മക്കളുമായി ഒന്ന് നല്ല രീതിയിൽ സംസാരിച്ചിട്ട് പോലും നാളുകളായി. എന്നാൽ ഈ ജൂൺ 18 ബുധനാഴ്ച നിങ്ങൾക്ക് വളരെയധികം ഭാഗ്യം നിലനിൽക്കുന്ന ഈ ഒരു സമയത്ത് നിങ്ങളുടെ മക്കളുടെ സ്വഭാവത്തിൽ പോലും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാവുകയും മക്കളുടെ സ്നേഹവും കരുതലും നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുള്ള യോഗവും കൈവരുന്നതായി കാണുന്നുണ്ട്. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതിയും ഏറ്റവും മികച്ച രീതിയിലായിരിക്കും ഈ ഒരു സമയത്ത് നിങ്ങൾക്കുണ്ടാവുക. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 3 രാശിക്കാരായിട്ടുള്ള വ്യക്തികൾക്കും ജൂൺ 18 ബുധനാഴ്ച എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തെ തന്നെ മികച്ച തലങ്ങളിലേക്ക് എത്തിക്കുവാൻ സഹായകമാകുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്ന ഒരു ദിനമായിരിക്കും. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.